ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തൊടുപുഴക്കാരി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക കറിയാണ് കേട്ടോ. ഇതുപോലൊരു വെണ്ടയ്ക്ക കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള വെണ്ടയ്ക്ക കറിയാണ്. അതിന് നമ്മളിത് കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ വിരലിൻ്റെ ഒരു ചെറിയ വരയോളം നീളത്തിൽ ചെരിച്ച് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കട്ട് നല്ലൊരു ഭംഗിയിൽ ചെറിച്ച് കട്ട് ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് അതിന് വേണ്ടിയത് 2 സവോളയും ഒരു തക്കാളി 2 പച്ചമുളകാണ് കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോളയും ആ പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി അതിൻ്റെ അകത്തിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അത് വഴറ്റി എടുക്കുന്നുണ്ട്. നന്നായിട്ട് കിടന്ന് വഴറ്റിയെടുക്കുന്ന അതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്ക നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെരിച്ചായിട്ട് അരിഞ്ഞേക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് കണ്ടോ, ഇത് വഴുവഴുപ്പില്ലാതെ കൊഴുവഴുപ്പില്ലാത്ത നല്ല അടിപൊളിയായിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ്. ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. അത് അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇത് കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇതുപോലൊരു വെണ്ടയ്ക്ക കറി നിങ്ങൾ കഴിച്ചിട്ടില്ല പറയും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളീനെ നമ്മൾ എടുത്ത് വെച്ച് ചൂടുവെള്ളം ഊറ്റി വെച്ചിട്ട് അതിൻ്റെ അടപ്പ് മൂടി വെച്ച് അത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെന്തോ നമ്മൾ നന്നായിട്ട് ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആവശ്യത്തിന് വേണ്ട സ്പൈസസ് പൊടികൾ ഇട്ട് കൊടുക്കുവാണേ. അത് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 കുഞ്ഞ് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് വഴറ്റി എടുക്കുന്നുണ്ട്. നന്നായിട്ട് അത് നല്ല ഷേലിന് എല്ലാ ഭാഗങ്ങളും കൂടി നമ്മൾ ഇളക്കി വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മൂട് പാത്രം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂടി വെക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. മറന്നു പോയാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില പറിച്ചുകൊണ്ട് വന്നിട്ട് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി വെച്ചതിന് ശേഷം നമ്മൾ പുളി ഉണ്ടല്ലോ, വെള്ളത്തിട്ട് വെച്ചിട്ട് പുളി അതിനെ പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം കൂടി അതിൻ്റെ ഊറ്റണേ. ആ വെള്ളം ഊറ്റിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ചൂടുവെള്ളം കൂടി അതിന് പാകത്തിന് ഊറ്റി കൊടുക്കണം, വെള്ളം കുറവായതുകൊണ്ട് കേട്ടോ. കുറച്ച് വെള്ളം മതി, ഇത്ര വെള്ളം മതി കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് അതൊന്നും കൂടെ ഇളക്കി കൊടുക്കുക. കണ്ടോ, ഒരു വഴുവഴുപ്പോ കുഴുവഴുപ്പോ ഒന്നും ഇല്ലാത്ത കിടക്കുന്ന കണ്ടോ. ഒരു വെണ്ടയ്ക്ക തൊടാതെ. എന്നിട്ട് ഇനി അത് മൂടി വെച്ചിട്ട് നമ്മൾ വേവിക്കുന്നുണ്ട്. വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ഇതൊക്കെ കണ്ടോ, ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്. അത് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊണ്ണു, ഇതുപോലൊരു വെണ്ടയ്ക്ക കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള വെണ്ടയ്ക്ക കറിയാണ്. ഒരു ദിവസം നിങ്ങൾ വെച്ച് കഴിച്ച് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലാതെ അടുത്ത വീഡിയോ കാണാൻ പറ്റും. അടുത്ത ബിഫോർ നാളെ വരാം കേട്ടോ. ഓക്കെ, ബൈ.